സർക്കാർ കോർപ്പറേറ്റുകളുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികൾ ഒന്നിനു പിറകെ ഒന്നായി സ്വീകരിക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദയാവധത്തിന് വിടുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. രാജ്യത്ത് തൊഴിൽ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. സാധാരണക്കാരുടെ ജീവിതം താറുമാറാക്കുന്ന തീരുമാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സ്വീകരിക്കുന്നു. ഇതിനെ ഇടതുപക്ഷമല്ലാതെ മറ്റൊരു ശക്തിയും ചോദ്യം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യയിൽ കാണുന്നത് എന്താ? ആ ആനുകൂല്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി വെട്ടിക്കുറക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ താല്പര്യ സംരക്ഷണാർത്ഥമുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷകർ തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. തൊഴിലില്ലായ്മയുടെ നിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ തൊഴിൽ നൽകുന്നതിനുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കും, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദയാവധത്തിന് വിടുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാശിയോടെ സ്വകാര്യവൽക്കരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് കാണുന്ന കാഴ്ചയാണ്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ഹരിപ്പാട് RK ജംഗ്ഷനിൽ നിന്നും ഡാണാപ്പടി പാലത്തിന് കിഴക്ക് വശത്തു നിന്നും ആരംഭിച്ച റെഡ് വോളണ്ടിയർ പരേഡ് ആകർഷകമായി. മണ്ണാറശാല മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലായിരുന്നു പൊതുസമ്മേളനം. സമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടറി R നാസർ അധ്യക്ഷനായി. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി R നാസർ തുടരും. ഹരിപ്പാട് നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് R നാസറിനെ വീണ്ടും തിരഞ്ഞെടുത്തത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 5 പേരെ ഒഴിവാക്കി. M സുരേന്ദ്രൻ, G വേണുഗോപാൽ, P അരവിന്ദാക്ഷൻ, ജലജ ചന്ദ്രൻ, N ശിവദാസൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. U പ്രതിഭ MLA, MS അരുൺകുമാർ MLA, അജയ് സുധീന്ദ്രൻ, P രഘുനാഥ് എന്നിവരെ പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. 46 അംഗ ജില്ലാ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. കുട്ടനാട്ടിൽ നിന്നും KK അശോകൻ, G ഉണ്ണികൃഷ്ണൻ, CK സദാശിവൻ, KK ഷാജു എന്നിവരെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും ദീർഘവീക്ഷണമില്ലായ്മയും മൂലം കേരളത്തിലെ നെൽകർഷകർ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കുട്ടനാട്ടിലെ തലവടിയിൽ പാടശേഖരങ്ങൾ സന്ദർശിച്ച ശേഷം KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അനുദിനം രൂക്ഷമാവുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കാർഷിക മേഖലയോട് നിഷേധാത്മക നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത പ്രതിസന്ധിയാണ് കേരളത്തിൽ. കേന്ദ്രം കാലാകാലങ്ങളിൽ പണം കൂട്ടിക്കൊടുക്കുമ്പോഴും ഈ പണം ധനലാഭത്തിനായി ഖജനാവിലേക്ക് മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ. കാർഷിക മേഖലയോടുള്ള സർക്കാരിന്റെ നയം മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ഈ പ്രതിസന്ധി എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നു? കേന്ദ്രം നെല്ല് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള തുകകൾ കാലാകാലങ്ങളിൽ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിലെ കർഷകർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല. കാരണം എത്ര കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാലും കേരള സർക്കാർ അതെല്ലാം പിടിച്ചു വെച്ച് അവർ സ്വന്തം ഖജനാവിലേക്ക് പണം മാറ്റി അവർ ഇതുകൊണ്ടൊരു ധനലാഭം ഉണ്ടാക്കുകയാണ്. കർഷക ദുരിതത്തിലും ദുഃഖത്തിലും ഒക്കെ കഴിയുമ്പോൾ അവർ നഷ്ടം സംഭവിച്ച് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിന് അറിയാൻ പാടില്ലാതെ കടക്കണിയിൽപ്പെട്ട് വലിയ ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലും പെടുമ്പോൾ അവരെ സഹായിക്കേണ്ടതിന് പകരം അവർക്ക് കൊടുക്കേണ്ട പണമൊന്നും കൊടുക്കാതെ അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനം കേരള സർക്കാർ സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. കൃഷി എന്ന് പറയുന്നത് മണ്ണിൽ പണിയെടുത്ത് മണ്ണിനെ സ്നേഹിക്കുന്ന വിളവുകൾ ഉണ്ടായി ഈ നാട്ടിൽ ഒരു ഭക്ഷ്യ രംഗത്ത് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഈ നാട്ടിൽ കൃഷിയോട് സ്നേഹമുള്ളവരാണ് കർഷകർ. അതുകൊണ്ടാണ് അവർ ഇതിനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അല്ല ഇതൊരു വ്യവസായമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ജോലി എന്നുള്ള നിലയ്ക്കല്ല അവർ ഇതിനെ കാണുന്നു. ഇതൊരു ജീവിത രീതിയാണ്. കർഷകർ അത്യധ്വാനം ചെയ്ത് കൃഷി ഇറക്കുന്നത് വലിയ ലാഭമുണ്ടാക്കാനല്ല, കൃഷി ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും കർഷകർ ഇത് തുടർന്നു കൊണ്ടുപോകുന്നത്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന കൃഷിക്കാർക്ക് അർഹതപ്പെട്ടത് ലഭിക്കാൻ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ പാലത്തിക്കാട് ക്ഷേത്രം ജ്യോതി ജംഗ്ഷൻ കവലക്കൽ റോഡിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു.
പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരമാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇവിടെ UDF എന്നോ LDF എന്നോ BJP എന്നോ ഒരു വേർതിരിവുമില്ലാതെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം. അത്രയേറെ കഷ്ടപ്പാടുകൾ ഈ റോഡിന്റെ പിന്നിലുണ്ട്. ഈ റോഡ് നടക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സംശയമാണ്. ശ്രീ മനോജ് മാത്യു പാലാത്ര ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഷാജി മാത്യു പാലാത്ര, ഇവർ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് 3 വട്ടം നോക്കിയിട്ട് പോയിട്ട് പിന്മാറിയതാണ്. കാരണം ഈ റോഡിന്റെ അവസ്ഥ, ഇതിനാവശ്യമായ മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, അതിലൊക്കെ ഉപരിയായി ഇതിന്റെ റേറ്റ് റിവൈസ് ചെയ്തവരും പറഞ്ഞു, അതിന് മുമ്പുള്ള പഴയ റേറ്റ്, ഈ റേറ്റിൽ ചെയ്താൽ വലിയ നഷ്ടം അവർക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് അവർ പിന്മാറി. മറ്റൊരു കോൺട്രാക്ടറും ഇങ്ങോട്ട് വരാനേ തയ്യാറായില്ല. ഇവർ വന്നെങ്കിലും നോക്കാൻ തയ്യാറായി. അവസാനം ഈ റേറ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ, മണ്ണിന്റെ വിലയും പാറയുടെ വിലയും മറ്റ് മെറ്റീരിയൽസ് വിലയും എല്ലാം കൂടി കണക്കിലെടുത്ത് GST ഉൾപ്പെടെ കണക്കിലെടുത്ത് ഈ റേറ്റ് റിവൈസ് ചെയ്ത് ഈ റോഡ് വീണ്ടും ടെൻഡർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ. ഉദ്ഘാടന സമ്മേളനത്തിൽ കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷനായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സതിയമ്മ അരവിന്ദാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗോകുൽ ഷാജി, രജനി അജിത് കുമാർ, നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധ സമരവും നടത്തി. പുതിയ കെട്ടിടം വാഗ്ദാനം ചെയ്ത് നിരവധി തവണയായി ജനങ്ങളെ വഞ്ചിക്കുന്ന ജോബ് മൈക്കിൾ MLA രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണകൂടം ഇല്ലാതെ പോയി എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ് ഈ സമരത്തിന് നിദാനമായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, എല്ലാം നാളെ ശരിയാക്കാൻ പോവുകയാണ് എന്ന്. ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യും എന്നറിഞ്ഞപ്പോ പെട്ടെന്നൊരു പത്രസമ്മേളനം നടത്തി, നാളെ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കാൻ പോകണം, മറ്റന്നാൾ രാവിലെ തൊട്ട് ഇവിടെ പിന്നെ ആളുകൾക്കെല്ലാം വലിയ പുതിയ ബസ് സ്റ്റാൻഡ് മന്ദിരത്തിൽ വന്ന് വിശ്രമിക്കുവാനും പുതിയ ബസ് ടെർമിനലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സുകളിൽ യാത്രയാവുന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 48 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം നടക്കുമെന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു, നല്ല കാര്യമാണ്. നാണമുണ്ടോ ഇത്ര പ്രസ്താവന നടത്താനെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത്. 2 വർഷമായിട്ട് ഒരു കല്ലെടുത്ത് വെക്കാൻ കഴിയാതെ പോയിട്ട് ഇപ്പൊ പറയാണ് ഉടനെ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നത്. ഇത് ഈ സമരത്തെ ഭയപ്പെട്ടിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഏതായിരുന്നാലും ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ബസ് ടെർമിനലിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം അവഗണനയാണ് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ചങ്ങനാശ്ശേരി നേരിടുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡെന്നിസ് ജോസഫ് കണിയാഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സോബിച്ചൻ കണ്ണമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് കടന്തോട്, DCC അംഗം തോമസ് അക്കര, കോൺഗ്രസ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു കോയിപ്പുറം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. അസത്യം പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ തലമുറകളെ സത്യത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടെന്ന് മാവേലിക്കര മലങ്കര കത്തോലിക്ക രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ്. ചങ്ങനാശ്ശേരി കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 104ാമത് വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഗൂഗിളിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെയും ഒക്കെ നമുക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട്. ഈ അറിവുകളെ തിരിച്ചറിവായി കാണുവാൻ നമുക്ക് കഴിയണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അതിന് നന്മ എന്താണ്, അതിന് തിന്മ എന്താണ് എന്ന്
ഇന്നത്തെ കലുഷമായ അന്തരീക്ഷത്തിൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് ഇന്നലകളിൽ നിന്ന് പാഠം പഠിച്ച് ഇന്നത്തെ അന്തരീക്ഷത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി നാളെയുടെ കടുത്ത വെല്ലുവിളികളെ നേരിടുവാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കുന്ന പക്വമായ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ബിന്ദു ആൻ ജോസഫ്, സാജൻ അലക്സ്, അന്നമ്മ ദേവസ്യ എന്നീ അധ്യാപകരാണ് ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കർഗയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോബി കറുകപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിയമ്മ രാജപ്പൻ, വാർഡ് മെമ്പർ രമ്യ റോയ്, അയർകുന്നം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷൈരാജ് വർഗീസ്, പ്രിൻസിപ്പൽ ജെയിംസ് കെ മാളിയക്കൽ, ഹെഡ്മാസ്റ്റർ മാത്യു MC, PTA പ്രസിഡന്റ് ജെയ്സൺ ചെറിയാൻ, സ്റ്റാഫ് സെക്രട്ടറി ബിബി പി പോൾ, അധ്യാപക പ്രതിനിധികളായ ജോണിയ ഗ്രേസ് ജോസഫ്, ഷൈനിച്ചൻ PJ, സുനിത മേരി എബ്രഹാം, വിദ്യാർത്ഥി പ്രതിനിധി സ്നേഹ മരിയ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ വിദ്യാർത്ഥി പ്രതിഭകളായി തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളെയും സമ്മേളനത്തിൽ ആദരിച്ചു. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നവോത്ഥാന സന്ദേശയാത്രയ്ക്ക് ആലപ്പുഴ നഗരചത്വരത്തിൽ ജനുവരി 15 സ്വീകരണം നൽകും. ജനുവരി 10 കായിക്കരയിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആലപ്പുഴയിലെത്തുന്നത്. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി കഴിഞ്ഞ വർഷം 2024 ജനുവരി 16 അതിനോടനുബന്ധിച്ച് രൂപീകരിച്ച പ്രൊഫസർ MK സാനു ചെയർമാനും ഡോക്ടർ PK സജി സെക്രട്ടറിയുമായിട്ട് രൂപീകരിച്ച സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 800-ന് മുകളിൽ വിവിധ തലങ്ങളിൽ പരിപാടികൾ നടത്തി വരികയാണ്. ഈ 10-ാം തീയതി കായിക്കരയിൽ നിന്ന്, ആശാന്റെ ജന്മസ്ഥലമായ കായിക്കരയിൽ നിന്ന് ആരംഭിച്ച് മറ്റ് ജില്ലകളിൽ പര്യടനം നടത്തി ഇന്ന് കൊല്ലത്താണ്. അതിനുശേഷം 15-ാം തീയതി കുട്ടനാടിൽ നിന്നും ആലപ്പുഴ എത്തിച്ചേരുകയാണ്. ആലപ്പുഴ നഗരചത്വരത്തിലാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. 101 പേരുള്ള സ്വാഗതസംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടന്നു വരുന്നത്. വൈകിട്ട് 5-ന് നടക്കുന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ മുഖ്യപ്രസംഗം നടത്തും. തുടർന്ന് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയെ ആസ്പദമാക്കി ഫിലിപ്പോസ് തത്തമ്പള്ളി രചിച്ച നാടകത്തിന്റെ പുസ്തക പ്രകാശനവും നടക്കും. ജനുവരി 16-ന് പല്ലനയിൽ എത്തിച്ചേരുന്ന സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം സമിതി സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ MK സാനു ഉദ്ഘാടനം ചെയ്യും. ആശാൻ കൃതികളെ ആസ്പദമാക്കിയുള്ള ഡാൻസ്, ഡ്രാമ, കഥകളി, കഥാപ്രസംഗം, ഗാനങ്ങൾ എന്നിവ യാത്രയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു. BK വിശ്വനാഥൻ, ഫിലിപ്പോസ് തത്തമ്പള്ളി, T ഷിജിൻ, MA ബിന്ദു, ഗായത്രി സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചൈതന്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പരിചരണം എന്നതാണ് വിഷയം. സാന്ത്വന പരിചരണം എന്നാൽ പ്രതീക്ഷയില്ലാതെ ജീവിതത്തിന്റെ അസ്തമന കാലത്ത് അസുഖബാധിതരായി ആരാലും സംരക്ഷിക്കപ്പെടാതെ ഇനി ഒരു തിരികെ വരവില്ല എന്ന് കരുതുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ യാതൊരു പ്രതിഫലേശയുമില്ലാതെ ഏറ്റെടുത്ത് ചികിത്സിക്കും. വലിയൊരു ഉദ്യമമാണ്. കുട്ടികൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുവാൻ അവരുടെ രക്ഷിതാക്കളുണ്ടാവും. ചെറുപ്പക്കാർക്ക് അസുഖം വന്നാൽ അവരുടെ സുഹൃത്തുക്കളുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ നടക്കില്ല എന്ന ബോധ്യമുള്ളവരെ അവരെ സ്വസ്ഥമായി മരണത്തിന് വിട്ടുകൊടുക്കും. വേദന അറിയിക്കാതെ, അവരുടെ വിഷമതകൾ അവരെ അറിയിക്കാതെ, അവരെ പരിചരിച്ചുകൊണ്ടവരെ തിരികെ ഒരുപക്ഷെ അവരെത്ര ചികിത്സിച്ചാലും വരില്ല എന്ന ബോധ്യത്തോടുകൂടി തന്നെ അവരെ സംരക്ഷിക്കുക എന്ന വലിയ ചുമതല മറ്റാരും ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്ത സമൂഹത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത്തരം സംരക്ഷണ രീതിയുമായി മുന്നിട്ടേക്ക് വരാറുള്ളൂ. കരുണ ഇരമല്ലിക്കര വാർഡ് കൺവീനർ KC രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി NR സോമൻ പിള്ള,
കരുണ ജോയിന്റ് സെക്രട്ടറിമാരായ MK ശ്രീകുമാർ, PS ബിനുമോൻ, ഡോക്ടർ വിനയ് തോമസ്, മധു ചോഞ്ചാലിൽ, ഡോക്ടർ സോണ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെയും ഗായകൻ P ജയചന്ദ്രന്റെയും അനുസ്മരണം നടത്തി. ഡോക്ടർ പ്രിയ ദേവദത്ത് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പ്രായമായ ശേഷം ഗാനങ്ങൾ ആലപിച്ചു എന്ന് ചോദിച്ചാൽ 2024 സെപ്റ്റംബറിൽ അദ്ദേഹം ഒരു ഗുരുവായൂരപ്പ സ്തോത്രം ആലപിച്ചാണ് ഇപ്പോൾ അവസാനമായി ചെയ്തത് അതാണ്. അതിനു മുമ്പ് ഓലഞ്ഞാലി കുരുവി എന്നൊരു പാട്ട് എല്ലാവരും പാടിക്കൊണ്ട് നടന്ന ഒരു പാട്ട് അദ്ദേഹത്തിന് ആലപിക്കാൻ കഴിഞ്ഞു. പിന്നെ സ്വസിദ്ധമായ ഒരു ഗാനാലാപമാണ് അദ്ദേഹത്തിൻ്റെത്. പ്രത്യേകിച്ച് വലിയ സംഗീത പഠനം അദ്ദേഹം ചെയ്തില്ലെങ്കിലും സ്വന്തമായിട്ട് പഠിച്ചൊക്കെ ഉണ്ടാക്കിയ ഒരു മഴ പെയ്താൽ ഒരു സംഗീത സംവിധായകനോട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത്ര കൊച്ചുകുട്ടികളുടെ പോലത്തെ സ്വഭാവമുള്ള ഒരു ഗായകനായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഹൃദയപൂർവ്വം ഞാനൊരു ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ സംഘടനയുടെ പേരിലും അർപ്പിക്കുകയാണ്. പിന്നെ ഇനി MTയെ പറ്റി എവിടെ തുടങ്ങണം എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. കാര്യം അത്രയ്ക്ക് മേൽ വിശാലമായ ഒരു യുഗപുരുഷൻ തന്നെയാണ് MT. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനും അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധികയാണ്. അനുസ്മരണ യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ശശിധരൻ R തുഷാര അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് മധു തൃപ്പരുന്തുറ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി B ഷാജിലാൽ, മാധവൻ കലാഭവൻ, കലാലയം ഗോപാലകൃഷ്ണൻ, LP സത്യപ്രകാശ്, അഡ്വക്കേറ്റ് MA അൻസാരി, PD ഗോപിനാഥൻ, ഗണേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. MT സിനിമകളിലെയും P ജയചന്ദ്രന്റെ ഗാനങ്ങളുടെയും അവതരണവും നടന്നു. ചമ്പക്കുളം ഗാകുൽത്ത ആശ്രമ ദൈവാലയത്തിൽ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് സമാപനമായി. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രധാന തിരുനാൾ ദിനമായ ജനുവരി 12 ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന എന്നിവയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 9:30 നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോബി മംഗളത്തു കരോട്ട് CMI മുഖ്യ കാർമ്മികനായി. ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് കൊടിയിറങ്ങി. തിരുക്കർമ്മങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും YouTube ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ശബരിമല സന്നിധാനത്ത് ഭസ്മകുളത്തിന് സമീപത്ത് നിന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ രാജവെമ്പാലയെ പിടികൂടി. ഞായറാഴ്ച രാവിലെ 10-നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാമ്പ് പിടുത്തത്തിൽ പ്രത്യേക പരിശീലനം നേടിയ റെസ്ക്യൂവർമാരുടെ നേതൃത്വത്തിൽ രാജവെമ്പാലയെ പിടികൂടിയത്. ഭസ്മകുളത്തിന് സമീപം കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. പിടികൂടിയ പാമ്പിനെ പമ്പയിലെത്തിച്ച് ഉൾവനത്തിൽ വിട്ടു. പ്രത്യേക പരിശീലനം നേടിയ അഭിനേഷ്, ബൈജു, അരുൺ എന്നിവരാണ് രാജവെമ്പാലയെ പിടികൂടിയത്. മകരവിളക്കിന് മുന്നോടിയായി വനം വകുപ്പ് ഫുൾ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും നിരീക്ഷണം ശക്തമാക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. പാമ്പ് പിടുത്തത്തിൽ പ്രത്യേക പരിശീലനം നേടിയ 3 പേരാണ് സന്നിധാനത്ത് വനം വകുപ്പിനൊപ്പം പ്രവർത്തിക്കുന്നത്. ഒരാൾ മരക്കൂട്ടത്തിലും പമ്പയിൽ മറ്റൊരു സംഘവും പ്രവർത്തിക്കുന്നു. നേരത്തെ പമ്പയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടിയിരുന്നു. സന്നിധാനത്ത് നിന്ന് ആദ്യമായാണ് രാജവെമ്പാലയെ പിടികൂടുന്നത്. സന്നിധാനത്തും മരക്കൂട്ടത്തുമായി നവംബർ 15 മുതലുള്ള തീർത്ഥാടന കാലയളവിൽ ആകെ 243 പാമ്പുകളെയാണ് വനം വകുപ്പ് പിടികൂടിയത്. തലവടി ആനപ്രമ്പാൾ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് കൊടികയറി. ശനിയാഴ്ച വൈകിട്ട് 5:35-നും 6:25-നും മധ്യേ തന്ത്രി പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്.
മേൽശാന്തിമാരായ താമരശ്ശേരി ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി, കല്ലൂർ മഠം സജീവ് ഉണ്ണി എന്നിവർ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ആറാട്ട് ദിവസമായ ഈ മാസം 18 രാവിലെ 8:45 മുതൽ നാരായണീയ പാരായണം, 3:30 നാമഘോഷ ഭജൻ, 5 ആറാട്ട് പുറപ്പാട്, 7:30 ആറാട്ടുകടവിൽ ആറാട്ട്, പുലർച്ചെ 1 ആറാട്ട് തിരിച്ചെഴുന്നള്ളത്ത്, തുടർന്ന് കൊടിയിറക്ക് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. 18 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്രയോഗം പ്രസിഡന്റ് വിലാസചന്ദ്ര പണിക്കർ, കൺവീനർ NS സനൽകുമാർ, ഭരണസമിതി പ്രസിഡന്റ് പ്രഭരാജ് സേതു, സെക്രട്ടറി കൃഷ്ണ നാരായൺ, ട്രഷറർ ഗൗരി ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.